നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി.ജെ.പിക്ക് തലവേദനയായി ക്ഷത്രിയ രജപുത്ര സമുദായങ്ങൾ. കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാലയെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ചൊല്ലിയാണ് ബി.ജെ.പിക്കെതിരെ സവർണ സമുദായത്തിനിടയിൽ തന്നെ ഇപ്പോൾ പ്രതിഷേധം പുകയുന്നത് എന്നുള്ളതാണ്. രൂപാല മത്സരിക്കുന്ന ഗുജറാത്തിന് പുറമെ രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെല്ലാം ബി.ജെ.പിക്കെതിരായിട്ടുള്ളൊരു നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇവരെന്ന് പറയപ്പെടേണ്ടി വരും. അതിനിടെ പ്രതിഷേധം വകവയ്ക്കാതെ രാജ്കോട്ടിൽ നിന്ന് പർഷോത്തം രൂപാല കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ദളിത് സമുദായമായിട്ടുള്ള റൂഖി വിഭാഗത്തിൻ്റെ ഒരു പരിപാടിയിൽ രൂപാല നടത്തിയ പരാമർശമാണ് രജപുത്രന്മാർ ഉൾപ്പെടെയുള്ള മേൽജാതിക്കാർ അല്ലെങ്കിൽ മേൽജാതി സമുദായങ്ങളെ അത്രയും ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാം. രാജാക്കന്മാരും രാജകുടുംബങ്ങളും എല്ലാം ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ തലകുമ്പിട്ടപ്പോഴൊന്നും അതിന് നിന്നുകൊടുക്കാത്തവരാണ് റൂഖി സമുദായം എന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. ഇത് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് ആരോപിച്ച് ക്ഷത്രിയ സമുദായങ്ങൾ ഉൾപ്പെടെ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ രൂപാലയെ ഗുജറാത്തിലെ രാജ്കോട്ട് പാർലമെൻറ്റ് സീറ്റിൽ സ്ഥാനാർത്ഥിയായി ബി.ജെ.പി പ്രഖ്യാപിച്ചതോടെ പ്രതിഷേധം കടുക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നായിരുന്നു അവരുടെ ആദ്യത്തെ ആവശ്യമെന്ന് പറയപ്പെടുന്നത്. ഗുജറാത്തിന് പുറമെ രാജസ്ഥാൻ, മഹാരാഷ്ട്ര, യു.പി., മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ക്ഷത്രിയ നേതാക്കൾ പരസ്യമായി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ പ്രതിഷേധങ്ങളൊന്നും ബി.ജെ.പി വകവച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഈ പർഷോത്തം നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം. ഇതോടെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്ഷത്രിയർ. ഏറ്റവും ഒടുവിൽ മുംബൈയിലെ ക്ഷത്രിയ രജപുത്ര സമുദായം ബി.ജെ.പിക്കെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. മുംബൈയിൽ ഏകദേശം 50,000-ഓളം ക്ഷത്രിയ സമുദായക്കാരുണ്ട് എന്നുള്ളതാണ് കണക്ക്. സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചില്ലെങ്കിൽ മുംബൈയിലെ എല്ലാ മണ്ഡലങ്ങളിലും ബി.ജെ.പിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് നേരത്തെ സമുദായ നേതാക്കളടക്കം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. രൂപാലയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. സമുദായത്തിൻ്റെ എതിർപ്പ്, അതായത് ഈ സമുദായത്തിൻ്റെ എതിർപ്പിന് ബി.ജെ.പി പുല്ലുവില കൽപ്പിക്കാതിരുന്നതോടെയാണ് പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത്. അവർ നേരത്തെ ഒരു വ്യക്തിക്കെതിരെയായിരുന്നു പോരാട്ടമെങ്കിൽ ഇപ്പോഴത് ഒരു പാർട്ടിക്കെതിരെ ഒന്നാകെയാണ് എന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നേരത്തെ രൂപാലയെ പിന്തുണച്ചവരാണ് തങ്ങൾ, എന്നാൽ ഇപ്പോൾ സ്വന്തം കാലിലാണ് അദ്ദേഹം വെട്ടിയിരിക്കുന്നത് എന്ന് മുംബൈയിലെ ക്ഷത്രിയ രജപുത്ര സംഘടനാ അധ്യക്ഷൻ ജിതു മാക്മാന പ്രതികരിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സഹോദരിമാരുടെയും അമ്മമാരുടെയും അഭിമാനത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗുജറാത്തിലെ പോലെ മുംബൈയിലെ എല്ലാ സീറ്റിലും ബി.ജെ.പിക്കെതിരെയായിട്ട് സമുദായം വോട്ട് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. രാജ്യമൊന്നാകെ ഈ രോഷത്തിൻ്റെ ചൂട് ബി.ജെ.പി അറിയുമെന്ന് പ്രഖ്യാപിക്കുകയാണ് രാജവംശക്കാർ. ഗുജറാത്തിൽ നിന്നുള്ള രജപുത്ര സമുദായമാണ് മുംബൈയുടെ വിവിധ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുന്നത് എന്നുള്ളതാണ്. മുംബൈയുടെ വിവിധ ഭാഗങ്ങളിലായി 12,000 ക്ഷത്രിയ രജപുത്ര സമുദായ കുടുംബങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. കിഴക്കൻ മുംബൈയിലും പടിഞ്ഞാറൻ മുംബൈയുടെ പ്രാന്തപ്രദേശങ്ങളിലുമായിട്ട് കൂടുതൽ ശക്തമായിട്ടുള്ള സ്വാധീനം അവർക്കുണ്ട്. മുലിന്ദിൽ മാത്രം 400 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം എന്ന് പറയപ്പെടുന്നത്. അതായത് ഗുജറാത്തിലെ 26 സീറ്റിലും ബി.ജെ.പിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ക്ഷത്രിയ രജപുത്ര സമുദായം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭൂപേന്ദ്രഭായ് പട്ടേൽ, ബി.ജെ.പി അധ്യക്ഷൻ സി.ആർ. പാട്ടീൽ എന്നിവരുമായിട്ട് കഴിഞ്ഞ ദിവസം സമുദായ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 75ഓളം വരുന്ന ജാതി സമുദായങ്ങളെ പ്രതിനിധീകരിച്ചായിരുന്നു നേതാക്കൾ എത്തിയത് എങ്കിലും ഇവരുടെ ആവശ്യത്തിന് മുന്നിൽ ബി.ജെ.പി വഴങ്ങിയില്ല എന്നുള്ളതാണ്. രൂപാലയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റാൻ നേതാക്കൾ തയ്യാറായില്ല. ഇതോടെയാണ് രജപുത്ര സമുദായം നിലപാടിപ്പോൾ കർശനമാക്കി കടുപ്പിച്ചിരിക്കുന്നത്. അതിനിടെ ഈ പർഷോത്തം രൂപാലയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് രാജ്കോട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം തന്നെ എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ വരികയും ചെയ്യുന്നുണ്ട്. മോദി എത്തുന്നതിന് മുൻപ് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഫലവത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഉത്തർപ്രദേശിലെ സഹാറൻപൂർ, മുസാഫർ നഗർ, മീറത്ത് എന്നിവിടങ്ങളിലെല്ലാം വൻ പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ക്ഷത്രിയർക്കിടയിൽ രോഷം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിഷേധങ്ങളെല്ലാം വോട്ടായി മാറുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉൾപ്പെടെ ബി.ജെ.പിക്ക് വൻ തിരിച്ചടിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ബി.ജെ.പിയോട് ക്ഷത്രിയ രാജവംശം കാണിക്കുന്ന ഈ തരത്തിലുള്ള നിലപാടുകൾ വോട്ടായി മാറുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ പ്രവചിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ? ശരിയായിരിക്കാം, ഒരു ഭൂരിപക്ഷ വിഭാഗം അല്ലെങ്കിൽ ഒരു സവർണ മേധാവിത്വമുള്ളവർ അത്തരത്തിലുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് വടക്കേ ഇന്ത്യയിൽ ചില ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം. പക്ഷേ ബി.ജെ.പിക്ക് ഒരു തരത്തിലുള്ള കുഴപ്പമുണ്ടാകില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. വലിയൊരു വിഭാഗം ബി.ജെ.പിയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. വലിയൊരു വിഭാഗം ജാതി മത വ്യത്യാസമന്യേ വടക്കേ ഇന്ത്യയിൽ ഈ ബി.ജെ.പിയോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുകയാണ് എന്നുള്ളതും മറന്നു പോകരുത്. ഒരു വാദത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇത്തരത്തിലൊരു ക്ഷത്രിയ സമുദായം രാജവംശം എന്ന് പറയപ്പെടുന്നത് ബി.ജെ.പിക്ക് ചിലപ്പോൾ തലവേദനകൾ സൃഷ്ടിച്ചേക്കാം. ഈ രജപുത്ര സമുദായം അത്തരത്തിലൊരു തീരുമാനമെടുത്ത്, ക്ഷത്രിയ രജപുത്ര സമുദായം അത്തരത്തിലൊരു തീരുമാനമെടുത്താൽ
അത് BJPക്ക് അനുകൂലമല്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഇവരുടെ ഇത്രയും കുറഞ്ഞ വോട്ടുകൾ BJPയെ തകർക്കാൻ പോകുന്നതല്ല എന്ന് പറയട്ടെ. അതുകൊണ്ട് ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾ രജപുത്ര വംശമല്ല, ഏത് രാജവംശം എടുത്താലും ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വലിയ വിഭാഗം ഇന്ത്യയിലുണ്ട്. ആ വിഭാഗക്കാർ BJPക്ക് വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ തകർന്നു പോകുമെന്നുള്ള വാദങ്ങളൊക്കെ അസ്ഥാനത്തായിരിക്കും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ 4 കഴിയുമ്പോൾ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള വാർത്തകളുടെ പ്രാധാന്യമില്ലായ്മയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക.